തുർക്കിയിലെ അതിസുന്ദരമായ ഒരു നഗരം. കപ്പഡോക്കിയ എന്നാൽ സുന്ദരമായ കുതിരകളുടെ നാട് എന്നാണ് അർത്ഥം. പ്രകൃതി കൊത്തിയെടുത്ത ഈ ശിലാരൂപങ്ങൾ ഫെയറി ചിമ്മിനികൾ എന്നാണ് അറിയപ്പെടുന്നത്. 1000 വർഷങ്ങൾക്ക് മുൻപ് അഗ്നിപർവ്വതങ്ങൾ തീർത്ത വിസ്മയമാണിവിടം. ഞങ്ങൾ കപ്പഡോക്കിയയിൽ ആകെ 2 ദിവസമാണ് ചിലവഴിച്ചത്. വെറും 2 ദിവസം കൊണ്ട് കണ്ടു തീർക്കാൻ പറ്റുന്നതല്ല ഇവിടെ. എങ്കിലും മാക്സിമം സ്ഥലങ്ങളൊക്കെ പോയി. പീജിയൻ വാലി, നർ തടാകം, 20 നിലകളോളം ആഴത്തിൽ മണ്ണിനടിയിൽ ആളുകൾ പണ്ട് താമസിച്ചിരുന്നതായി പറയപ്പെടുന്ന അണ്ടർഗ്രൗണ്ട് മ്യൂസിയം, പിന്നെ ക്വാഡ് ബൈക്ക് റൈഡ്, പിന്നെ ഞങ്ങളുടെ ബക്കറ്റ് ലിസ്റ്റ് ഐറ്റമായ ഹോട്ട് എയർ ബലൂണും. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മുടെ ബക്കറ്റ് ലിസ്റ്റ് ഐറ്റമായ ഹോട്ട് എയർ ബലൂൺ റൈഡിൻ്റെ വിശേഷങ്ങളാണ് കേട്ടോ. സമയം വെളുപ്പിന് 4 മണി. അപ്പോഴേക്കും നമ്മുടെ വണ്ടി റെഡി. അടുത്തുള്ള വേറെ ഹോട്ടലുകളിൽ നിന്നൊക്കെ ആളുകളെ പിക്ക് ചെയ്ത് നേരെ വിട്ടു. ഒരു 15 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും നമ്മൾ ആ ലൊക്കേഷനിലെത്തി. നോക്കുമ്പോൾ ഒരു വലിയ മൈതാനം പോലെ തോന്നിപ്പിക്കും. അവിടെ ഞങ്ങളെപ്പോലെ 100 കണക്കിന് ആളുകൾ എത്തിയിട്ടുണ്ടായിരുന്നു. നമുക്ക് പറക്കാനുള്ള ബലൂണുകളും നമ്മൾ കയറി നിൽക്കുന്ന ബാസ്ക്കറ്റുകളുമൊക്കെ ഒരു ചെറിയ വണ്ടിയിലാണ് അവിടേക്ക് വന്നത്. പിന്നെ ദാ അവർ ഓരോ ബലൂണുകളായി എയർ പമ്പ് വെച്ച് വീർപ്പിക്കാൻ തുടങ്ങി. അത് കണ്ടപ്പോൾ ശരിക്കും അത്ഭുതം തോന്നി. സത്യം പറഞ്ഞാൽ അതൊരു ഒന്നൊന്നര കാഴ്ച തന്നെയായിരുന്നു. ആ ഇരുട്ടിൽ 100 കണക്കിന് ബലൂണുകൾ ഇങ്ങനെ വിടർന്നു വരുന്നത് കാണാൻ വാവ്! ഈ വീഡിയോയിൽ അത് എത്രത്തോളം ഭംഗിയുണ്ടെന്ന് എനിക്ക് അറിയില്ല, പക്ഷെ നേരിട്ട് തന്നെ കാണേണ്ട ഒരു കാഴ്ചയാണത്. ഗൈഡ് നിർദ്ദേശം തന്നപ്പോൾ ഞങ്ങളും അവരുടെ സഹായത്തോടെ ബാസ്ക്കറ്റിലേക്ക് കയറി. ഇദ്ദേഹമാണ് നമ്മുടെ പൈലറ്റ്. യാത്ര തുടങ്ങുന്നതിന് മുമ്പ് പുള്ളി നമുക്ക് വേണ്ട സേഫ്റ്റി ഇൻസ്ട്രക്ഷൻസ് ഒക്കെ പറഞ്ഞു തരുന്നുണ്ട്. ഓരോ ടീമും അവരവരുടെ ബലൂണുകൾ പറത്തുവാനുള്ള ലാസ്റ്റ് മിനിറ്റ് തയ്യാറെടുപ്പിലായിരുന്നു. ആ നിമിഷം സത്യം പറഞ്ഞാൽ ചെറിയൊരു പേടിയും അതിലേറെ ആകാംക്ഷയുമായിരുന്നു. അങ്ങനെ ദാ ആദ്യത്തെ ബലൂൺ പറന്നുയർന്നു. അതിനു പിന്നാലെ ദാ ഞങ്ങളുടെ ബലൂണും. എത്ര വർണ്ണിച്ചാലും മതി വരില്ല ഈ കാഴ്ച. ആകാശത്ത് 100 കണക്കിന് ബലൂണുകൾ. ശരിക്കും ഒരു സ്വപ്നലോകത്ത് എത്തിയതുപോലെ തോന്നി. നമ്മുടെ പൈലറ്റ് ഇടയ്ക്ക് ബലൂൺ പൊക്കിയും താഴ്ത്തിയും നല്ലൊരു അഡ്വഞ്ചർ ഫീൽ തരുന്നുണ്ട് കേട്ടോ. സത്യം പറഞ്ഞാൽ ചില സമയത്ത് നമ്മൾ വിചാരിക്കും ഇതിപ്പോൾ താഴെ പോയി ഇടിക്കുമെന്ന്. പക്ഷെ പുള്ളി പക്ക എക്സ്പീരിയൻസ്ഡ് ആയതുകൊണ്ട് പേടിക്കാനില്ല. ഈ കാണുന്നത് ഇവിടുത്തെ പ്രസിദ്ധമായ കേവ് ഹോട്ടലുകളാണ് കേട്ടോ. ഞങ്ങൾ സൺറൈസ് ഫ്ലൈറ്റാണ് എടുത്തത്. സൺസെറ്റ് ഫ്ലൈറ്റും അവൈലബിൾ ആണ്. ടോട്ടൽ 1 മണിക്കൂറാണ് ഇതിൻ്റെ സമയം. കുറച്ച് സമയം ആകാശത്ത് കറങ്ങിയ ശേഷം സൺറൈസ് ആകാറായപ്പോൾ പൈലറ്റിൻ്റെ ഇൻസ്ട്രക്ഷൻ വന്നു. അതാ വരുന്നു ഒരു സിന്ദൂര പൊട്ടുപോലെ സൂര്യൻ. സാധാരണ ഒരു സൺറൈസ് കാണുമ്പോൾ തന്നെ നല്ലൊരു പോസിറ്റിവിറ്റി ആണല്ലോ. അപ്പോൾ ആകാശത്ത് 100 കണക്കിന് ബലൂണുകൾക്കിടയിൽ നിന്നും ഇത് കാണുമ്പോഴുള്ള ആ ഫീൽ വല്ലാത്തൊരു പോസിറ്റീവ് വൈബ് തന്നെയാണത്. അങ്ങനെ കുറച്ച് സമയത്തിന് ശേഷം നമ്മൾ ലാൻഡ് ചെയ്യാൻ പോകുകയാണെന്ന് പൈലറ്റ് അനൗൺസ് ചെയ്തു. ലാൻഡിംഗ് സമയത്ത് നമ്മൾ ബാസ്ക്കറ്റിൽ താഴെ ഇരിക്കണമത്രേ. അത് എന്തിനാണെന്നല്ലേ? ലാൻഡ് ചെയ്യുമ്പോൾ ബാസ്ക്കറ്റ് പെട്ടെന്നൊന്ന് ഉലയാനോ അല്ലെങ്കിൽ മറിയാനോ സാധ്യതയുണ്ട്. ആ ഒരു ജെർക്ക് വരുമ്പോൾ നമ്മൾ പുറത്തേക്ക് തെറിച്ചു പോകാതിരിക്കാനും സേഫായി ഇരിക്കാനുമാണ് പുള്ളി അങ്ങനെ പറഞ്ഞത്. ഇനി ഇതിൻ്റെ ബുക്കിങ്ങിനെ കുറിച്ച് പറയുവാണെങ്കിൽ ഞങ്ങൾ താമസിച്ചിരുന്ന ഹോട്ടലുകാർ തന്നെയാണ് ഇത് ഞങ്ങൾക്ക് അറേഞ്ച് ചെയ്ത് തന്നത്. എനിക്കും സൂരജിനും കൂടി ടോട്ടൽ ഒരു 160 യൂറോ ആണ് ആയത്. കൺവേർട്ട് ചെയ്യുമ്പോൾ 140 പൗണ്ടും 18,000 ഇന്ത്യൻ റുപ്പിയും വാല്യൂ വരും. ഓൺലൈൻ വഴിയോ മറ്റു ഏജൻസികൾ വഴിയോ ബുക്ക് ചെയ്യുമ്പോൾ ഇതിലും റേറ്റ് കൂടാനാണ് ചാൻസ്. അങ്ങനെ നമ്മൾ ലാൻഡ് ചെയ്തു. ചുറ്റും നോക്കിയാൽ പല പല സ്ഥലങ്ങളിലായി ബാക്കി ബലൂണുകളും ലാൻഡ് ചെയ്യുന്നത് കാണാം. അപ്പോഴേക്കും ലാൻഡ് ചെയ്ത സ്ഥലത്തേക്ക് ബലൂണിൻ്റെ മുഴുവൻ ക്രൂവും റോഡ് വഴി എത്തിയിരുന്നു. സത്യം പറഞ്ഞാൽ എനിക്ക് തോന്നിയത് ടേക്ക് ഓഫിനേക്കാളും കൂടുതൽ സമയമെടുക്കുന്നത് ലാൻഡിങ്ങിന് ശേഷമുള്ള കാര്യങ്ങൾക്കാണ്. നല്ല കഷ്ടപ്പാടുള്ള പണിയാണ് കേട്ടോ ഇത്. അവർ ആ ബലൂണിനെ വലിച്ചു പിടിച്ച് താഴേക്ക് കൊണ്ടുവരാൻ ഒരുപാട് പണിപ്പെടുന്നുണ്ടായിരുന്നു. ആ പ്രോസസ്സൊക്കെ കഴിഞ്ഞ് നമ്മൾ പുറത്തിറങ്ങാൻ ഏകദേശം ഒരു അരമണിക്കൂറോളം എടുത്തു.
ലാൻഡിങ്ങിന് ശേഷം പിന്നെ ആഘോഷമായിരുന്നു. അവർ ഷാമ്പെയിൻ പൊട്ടിച്ച് നമ്മളെ എല്ലാവരെയും സ്വീകരിച്ചു. ഫ്ലൈറ്റിന് മുൻപ് തന്നെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ജ്യൂസും കേക്കും ഒക്കെ കിട്ടിയിരുന്നു. ഇനി ഇതിലെ രസകരമായ ഒരു കാര്യം പറയാം. ക്രൂ മെമ്പേഴ്സ് എല്ലാവരും വൈൻ കുടിച്ച ശേഷം ഗ്ലാസ്സിൽ കറൻസി നോട്ടുകൾ വെക്കുന്നത് കണ്ടു. അതൊരു നിർബന്ധമുള്ള കാര്യമല്ലെങ്കിലും അവരുടെ കഠിനാധ്വാനത്തിന് നമ്മൾ നൽകുന്ന ഒരു ചെറിയ സന്തോഷം അല്ലെങ്കിൽ ഒരു ടിപ്പ് പോലെയാണത്. ഞങ്ങളും ഓരോ ഗ്ലാസ് വൈൻ വീതം കുടിച്ചു. കൂടെ 100 ടർക്കിഷ് ലിറ വീതം ആ ഗ്ലാസ്സിൽ വെച്ചു. അവസാനം ആ യാത്രയുടെ ഓർമ്മയ്ക്കായി ഒരു ഫ്ലൈറ്റ് സർട്ടിഫിക്കറ്റും കിട്ടി. ശരിക്കും മറക്കാനാവാത്ത ഒരു അനുഭവം. അവിടെ കുറച്ചു നേരം കൂടി ചിലവഴിച്ച് ഫോട്ടോസൊക്കെ എടുത്തപ്പോഴേക്കും പൈലറ്റ് വിളിച്ചു പറഞ്ഞു, നമ്മളെ തിരികെ ഹോട്ടലിലേക്ക് കൊണ്ടുപോകാനുള്ള വണ്ടി എത്തിയെന്ന്. വണ്ടിയിൽ കയറുന്നതിന് മുൻപ് ഈ യാത്രയുടെ ഓർമ്മയ്ക്കായി ഫ്ലൈയിങ് സർട്ടിഫിക്കറ്റും കിട്ടി. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഓർമ്മകൾക്ക് വലിയൊരു സ്ഥാനമുണ്ടല്ലോ. എന്നും ഓർത്തു വെക്കാൻ മനോഹരമായ ഒരുപാട് നിമിഷങ്ങൾ തന്നാണ് കപ്പഡോക്കിയ ഞങ്ങളെ യാത്രയാക്കുന്നത്. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും അനുഭവിച്ചിരിക്കേണ്ട ഒരു വിസ്മയം തന്നെയാണ് ഈ ഹോട്ട് എയർ ബലൂൺ യാത്ര. അപ്പോൾ ഈ കൊച്ചു വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു അടിപൊളി വീഡിയോയുമായി കാണാം. ബായ്.